സങ്കീർത്തനം 126 ആരോഹണ ഗീതം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യങ്ങൾ വായിക്കാം. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ദൈവമക്കൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നാം ഇന്ന് ഈ സന്തോഷത്തിൽ ആയിരിക്കുന്നത്. ചെറിയവരും വലിയവരുമായ ദൈവഭക്തർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഹല്ലേലൂയ. നാം സ്നാനപ്പെട്ടത്, രക്ഷിക്കപ്പെട്ടത്, അഭിഷേകം പ്രാപിച്ചത്, ദൈവകൃപയിൽ നിൽക്കുന്നതൊക്കെ തന്നെ വലിയ കാര്യങ്ങളാണ്. പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അതിനും അപ്പുറമാണ് അതിൻ്റെ രഹസ്യം. ഹല്ലേലൂയ. ഓരോ സെക്കൻഡും ദൈവം നമ്മെ സൂക്ഷിക്കുന്ന, ദൈവം കരുതുന്ന വിധങ്ങൾ അനവധിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ്. വലിയവനായ ദൈവം നമുക്ക് ചെയ്യുന്ന വലിയ കാര്യങ്ങൾ പ്രസ്താവിക്കാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ പോരാതവരും ദിവസങ്ങൾ പോരാതവരും. ഹല്ലേലൂയ. സ്തോത്രം. അത്രത്തോളം അത്ഭുതങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 111 4-ാമത്തെ വാക്യം വായിക്കാം. അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. വ്യക്തവും സ്പഷ്ടവുമായിട്ടാണ് ആ വാക്യം ഇങ്ങനെ പറയുന്നത്. അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വിടുതൽ നൽകുന്ന ഒരു ദൈവമാണ് കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. കണ്ണുനീരിലൂടെ വരുന്ന വ്യക്തികളെ നിരാശരായിട്ട് മടക്കി വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അർഹിക്കപ്പെട്ട വിടുതലുകൾ നൽകി, അവർക്ക് പ്രതീക്ഷ നൽകി, പ്രത്യാശ നൽകി അവരെ നയിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ പിന്മാറിപ്പെട്ട അല്ലെങ്കിൽ പിന്മാറ്റത്തിൽ പോയ വ്യക്തി തിരിച്ച് മടങ്ങി വരുമ്പോൾ നമ്മളൊക്കെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ആയിരിക്കും. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിച്ചു? ഹല്ലേലൂയ. ഒരു വ്യക്തി സഭയിൽ നിന്നോ മറ്റോ പിന്മാറിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് അവർ മടങ്ങി വരുമ്പോൾ മറ്റുള്ളവർക്ക് അതിശയോക്തി ഉളവാക്കപ്പെടുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പിന്മാറ്റക്കാരന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങൾ, അവന്റെ പിന്മാറ്റത്തെ മാറ്റി അവന്റെ ദൈവകൃപയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഒരു പിന്മാറ്റക്കാരൻ മാനസാന്തരപ്പെട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഹല്ലേലൂയ നാം സ്വപ്നം കാണുന്നവരൊക്കെ അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു, ഇത് ആശ്ചര്യമായിരിക്കും, ഇതെങ്ങനെ നടന്നു, ഹല്ലേലൂയ ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണിൽ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് സംഭവിച്ചിരിക്കുന്നു നമ്മുടെ വെടുക്കുകൊണ്ടല്ല. ഹല്ലേലൂയ. നമ്മൾ ഒരുപക്ഷെ പിടിക്കുമായിരിക്കാം, പിന്മാറിപ്പോയ ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് വീണ്ടും സഭയിലേക്ക് ആനയിക്കുമായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നമുക്കത് അത്ഭുതമായി തോന്നും. ഹല്ലേലൂയ. സ്തോത്രം. 4-ാമത്തെ വാക്യം. യഹോവേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. ഹല്ലേലൂയ. തെക്കേ നാട്ടിലെ അനുഗ്രഹത്തെ പോലെ തെക്കേ നാട്ടിലെ ഹല്ലേലൂയ ഉണ്ടായ വിടുതൽ സംഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അത്ഭുതം കാണിക്കണമേ എന്നാണ് ഇവിടെ ഭക്തൻ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ യേശുവിനെ അത്ഭുത മന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം അതിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 25 അവസാനത്തെ അധ്യായം. ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്നാണ് യോഹന്നാൻ സൂചിപ്പിക്കുന്നത്. യേശു ചെയ്ത അത്ഭുതങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ വാക്കുകൾക്കപ്പുറമാണ്. ഹല്ലേലൂയ. യേശു ഇന്നും അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നു.
യേശു ഇന്നലകളിൽ അത്ഭുതം ചെയ്തുകൊണ്ടിരുന്നു, നാളെയും അത്ഭുതം ചെയ്യും. നമുക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ബാല്യം മുതൽ അമ്മയുടെ ഉദരത്തിൽ ഹല്ലേലൂയ പിറവിയെടുത്തത് മുതൽ ഈ സെക്കൻഡ് വരെയും നമുക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഹല്ലേലൂയ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതിനും അപ്പുറമാണ്. നിന്റെ ഭവനത്തിന് നൽകിയ അത്ഭുതങ്ങൾ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ, ഹല്ലേലൂയ. സാമ്പത്തികമായി തകർന്നപ്പോൾ നൽകിയ സമ്പത്ത്, ഹല്ലേലൂയ. മക്കളില്ലാതിരുന്നപ്പോൾ നൽകിയ മക്കൾ, ഹല്ലേലൂയ. മക്കളുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരുന്നപ്പോൾ ദൈവം തന്ന വിടുതലുകൾ, ഇതൊക്കെ എണ്ണി 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 പറഞ്ഞാൽ ഹല്ലേലൂയ 360 ദിവസം സാക്ഷ്യം പറഞ്ഞാൽ തീരത്തില്ല. അത്രത്തോളം അത്ഭുതങ്ങളാണ് ദൈവം ചെയ്തത്. ഹല്ലേലൂയ. നിങ്ങൾക്കത് ചെയ്തില്ലെങ്കിൽ എനിക്കത് ചെയ്തു. ഹല്ലേലൂയ. എത്രത്തോളം അത്ഭുതങ്ങളാണ് ദൈവം ചെയ്തത്. അതിന് അത്തരം അത്ഭുതങ്ങൾക്ക് നമ്മൾ പ്രാപ്തരാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേറിൽ കിടന്ന അല്ലെങ്കിൽ ഹല്ലേലൂയ ആർക്കും വേണ്ടാതെ ഹല്ലേലൂയ കിടന്ന വ്യക്തിത്വങ്ങളായ നമ്മളെ ദൈവം വേർതിരിച്ചുകൊണ്ട് വിശുദ്ധർ എന്ന പദവി നൽകിക്കൊണ്ട് ഹല്ലേലൂയ ദൈവസഭയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ കൃപ നൽകിയ ദൈവം ചെയ്ത മഹാത്ഭുതങ്ങൾ പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എത്ര വട്ടം മരണത്തിന്റെ വാതിലുകൾ അടുത്തെത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാചും മനുഷ്യനും വിധിയെഴുതി, അവരിവിടെ ഇല്ല. ഹല്ലേലൂയ. പിശാചും മനുഷ്യനും വിധിയെഴുതി, ഹല്ലേലൂയ മരണം കൊണ്ടുപോകുന്ന തരത്തിലായിട്ടുണ്ട് എന്ന് പറഞ്ഞവർ സന്തോഷിച്ചു. അങ്ങനെ സന്തോഷിച്ചവർ ഇന്ന് ഈ ഭൂമിയിലില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവൻ മരണത്തിന് കീഴടങ്ങി എന്ന് സ്വയം സന്തോഷിച്ചവർ അവർ ഇന്ന് ഭൂമിയിലില്ല എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് അളവില്ല. ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ഇനി ഹല്ലേലൂയ മറ്റൊരാൾക്ക് അതിനെ കുറിച്ച് ചോദിക്കാനുള്ള അവകാശം പോലല്ലോ. കർത്താവേ, ഇവൻ അങ്ങനെ നടന്നവനല്ലേ, ഇങ്ങനെ നടന്നവനല്ലേ, അവൾ ഇങ്ങനെ നടന്നവളല്ലേ, ഇവിടെ ദൈവം അനുഗ്രഹിച്ചു എന്ന് ചോദിക്കാനുള്ള അവകാശം ആർക്കുമില്ല. ആർക്കും ദൈവത്തെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശമാകില്ല. കാരണം ദൈവം ദൈവമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ മനുഷ്യനാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് അളവില്ല. ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചിരിക്കും. ഒരു വ്യക്തിയെ ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം വിടുവിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രവചനം പറഞ്ഞവർ മറന്നുപോകും. ഹല്ലേലൂയ. പ്രവാചകന്മാർ മറന്നുപോകും പറഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ പ്രവചനം നൽകിയ ദൈവം വാക്ക് മറക്കുകയില്ല. ഹല്ലേലൂയ. അത് നിവർത്തീകരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ സമാഗതമാകും. ദൈവം അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വൻ കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നു. അസംഭവ്യം എന്ന് വിളിക്കപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. അസാധ്യം എന്ന് എഴുതിയ വിഷയങ്ങൾ സാധ്യമാകുന്നു. ഇതൊക്കെയാണ് വൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം നടക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ നടക്കത്തില്ല എന്ന് പറയുന്നത് നടക്കുന്നു. അസാധ്യമെന്ന് മനുഷ്യൻ പിശാച് വിധിയിലെ മണ്ഡലങ്ങൾ സാധ്യമാക്കുന്നു. ഇങ്ങനെ ഹല്ലേലൂയ ദൈവം ചെയ്യുന്ന വൻ കാര്യങ്ങൾ ദൈവമക്കളായ നാം അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ കൃപയിലായിരുന്നു നാം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. കണ്ണുനീരോടെ വിധിക്കുന്നവൻ ആർക്കൂടെ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ വിടുതൽ കൊണ്ടേ പോകത്തുള്ളൂ. ദൈവസന്നിധിയിൽ കരയുന്ന വ്യക്തി ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് മുന്നേറും. ഹല്ലേലൂയ. മനുഷ്യന്റെ മുമ്പിൽ കരയുന്ന വ്യക്തി വീണ്ടും കരഞ്ഞ് അവന്റെ ജീവിതം പാഴാക്കും. എന്നാൽ ദൈവസന്നിധിയിൽ കരയുന്ന വ്യക്തി ഹല്ലേലൂയ അവന്റെ കണ്ണുനീരിനെ സന്തോഷമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. മനുഷ്യന്റെ മുമ്പിൽ കരയുന്ന വ്യക്തിയെ ജീവിതകാലം മൊത്തവും അല്ലെങ്കിൽ കരച്ചിലിന്റെ ഹല്ലേലൂയ അവകാശിയാക്കി തന്നെ തീർക്കും. നിങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ കരയേണ്ടതില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കരയുക. നിങ്ങളുടെ കണ്ണുനീർ ഭൂമിയിൽ വീഴുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പാദപീഠത്തിലാകും. ഹല്ലേലൂയ. വചനം പറയുന്നു, സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവുമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ ഭൂമിയിൽ വീഴുകയാണെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പാദത്തിലാണ് ചെന്നെത്തുന്നത്. അവന്റെ പാദത്തിൽ വീണ കണ്ണുനീർ ഹല്ലേലൂയ കാണാത്ത വിധം ക്രൂരനല്ല ദൈവം. നിന്റെ കണ്ണുനീർ ഭൂമിയിൽ വീഴുമ്പോൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ വീഴുമ്പോൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളും നികത്തി നിന്നെ നിത്യതയുടെ പ്രകാശമാക്കി തീർക്കാൻ ദൈവം ഹല്ലേലൂയ സഹായിക്കുന്നു. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ. യഹോവ
എന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം എന്ന് ജാതികളുടെ ഇടയിൽ പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ലഭ്യമായ വിടുതലുകൾ ജാതികളുടെ ഇടയിൽ പറയേണ്ടതുണ്ട്. യഹോവ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തു, യഹോവ എനിക്ക് ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്തു, യഹോവ എനിക്ക് ഹല്ലേലൂയ വലിയ വലിയ വിടുതലുകൾ നൽകി എന്ന് സന്തോഷത്തോടെ, എന്ന് ഹല്ലേലൂയ വളരെയധികം താല്പര്യത്തോടെ ജാതികളോട് പറഞ്ഞു. അവർ അതിശയം കൊള്ളുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണോ? ദൈവം അത് ചെയ്തു, ദൈവം വലിയ അപകടത്തിൽ നിന്ന് വിടുവിച്ചു, ദൈവം നിനക്ക് ഹല്ലേലൂയ സാമ്പത്തികം തന്നു, ഹല്ലേലൂയ എന്ന് ജാതികൾ അതിശയത്തോടെ ചോദിക്കുമാറ്, അതിശയത്തോടെ നോക്കി നിൽക്കുമാറ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പരിവർത്തനങ്ങൾ നിങ്ങൾ പറയണം. ഹല്ലേലൂയ. അത് കേട്ടവർ മാനസാന്തരപ്പെടണം. ദൈവം എന്നെ വലിയൊരു അസുഖത്തിൽ നിന്ന് വിടുവിച്ചു, ലക്ഷങ്ങൾ ചിലവാകേണ്ടുന്ന അസുഖത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ 2005-6 കാലഘട്ടത്തിൽ 2005 ഹല്ലേലൂയ എൻ്റെ ഒരു കണ്ണ് കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു, മങ്ങിപ്പോയി. ഞാൻ ജോലി കൈരളിച്ചാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണ് വളരെയധികം പെട്ടെന്ന് ഒന്ന് മങ്ങി, അടുത്ത ദിവസം വീണ്ടും മങ്ങി, അടുത്തതിൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് മങ്ങി കാഴ്ച ഇങ്ങനെ മങ്ങി ഇങ്ങ് പോയി. അപ്പോൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് ആ ചാനലിൻ്റെ ഹെഡായിരുന്ന MABB സാറിൻ്റെ ഭാര്യ എന്നെ കൊണ്ടുപോയി. തൊട്ടടുത്ത ചൈതന്യ എന്ന് പറയുന്ന അവിടെ കൊണ്ടുപോയി സ്റ്റിറോയിഡൊക്കെ ഒഴിച്ച് അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് വേഗത്തിൽ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ തിരുനെൽവേലിയിലോ മധുരയിലോ കൊണ്ടുപോകുക, ഒരു സർജറി ചെയ്യുക. സർജറിക്ക് ഏറെക്കൂടെ 1.5 ലക്ഷം രൂപയാകും. അത്രയും. അപ്പോൾ അവിടെ ആണെങ്കിൽ അത് കുറച്ച് തരാൻ സാധ്യത, എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുക. അപ്പോൾ എൻ്റെ കയ്യിൽ ആരെക്കൂടെ 5,000-6,000 ശമ്പളമുള്ള എനിക്ക് 1.5 ലക്ഷം രൂപ എടുക്കുവാൻ വളരെ പ്രയാസമാണ്. എൻ്റെ സഹായാവസ്ഥ കണ്ടിട്ട് അവർ ഒരു ബക്കറ്റ് പിരിവ് തുടങ്ങി. ഇങ്ങനെ വിനോദ് എന്ന് പറയുന്ന നമ്മുടെ കേരള ചാനൽ ടൂറിസത്തിന് വേണ്ടി കണ്ണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം, അതിനുവേണ്ടി പാട്ടപ്പിരിവ് തുടങ്ങി. പ്രത്യേകിച്ച് LDF പാർട്ടിക്കാരാണെങ്കിൽ ഒരു പാട്ടപ്പിരിവിൻ്റെ ആൾക്കാരുമാണ്. അവർ അങ്ങനെ പാട്ടപ്പിരിവ് തുടങ്ങി. അല്ലെങ്കിൽ അപ്പം ഞാനിക്കൊരു ചമ്മൽ നാണക്കേട്, അയ്യോ എൻ്റെ പേര് പറഞ്ഞിട്ട് പൈസ പിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പൈസ ഉണ്ടോ കയ്യിൽ? ഞാൻ പറഞ്ഞു എനിക്ക് അക്കൗണ്ട് ഉണ്ടോ? പിന്നെ അക്കൗണ്ട് ഉണ്ട്. ഒക്കെ എവിടെയാണ്? IDB ബാങ്കിലുണ്ട്. എത്ര രൂപയുണ്ട്? 4 ലക്ഷം എടുക്കുക. അവിടെ ഒരു 10-100 രൂപയ്ക്ക് കാണാം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ പറഞ്ഞു ഇല്ല, നമുക്കത് പിരിക്കാം. എന്നാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ആ കാലഘട്ടത്തിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്ന ചിറ്റാറ്റിൻ്റെ വൈദ്യരുടെ കണ്ണ് വിദഗ്ധനായ ഒരു വൈദ്യരുണ്ട്. അദ്ദേഹത്തിന് വൈദ്യരെ എൻ്റെ ഇങ്ങനെയാണ്, നിങ്ങളുടെ അവിടെ ചികിത്സ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്, 10 ദിവസം വന്നാൽ ഇവിടെ ചികിത്സ, പക്ഷേ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം കാണാൻ സാധ്യത കുറവാണ്. തിരുവനന്തപുരത്തൊക്കെ ഇവിടെ നമുക്ക് ചികിത്സ ചെയ്യാം, പക്ഷെ കണ്ണ് മൂടപ്പെട്ടാൽ അത് പോയാൽ ഒരുപാടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. വഴിയൊന്നുമില്ല. വന്നാൽ ഇവിടുത്തെ കഞ്ഞിയെ കുറിച്ച് 10 ദിവസം കിടന്നാൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു മാറ്റം വരും, പക്ഷെ പൂർണ്ണമായി ഉറപ്പിടാൻ എനിക്ക് സാധ്യമല്ല. വളരെ നിരാശയോടെ ഞാൻ ഈ തിരുനെല്വേലിയിൽ പോകാൻ തന്നെ ചോദിച്ചു. അവർ പൈസ പിരിവ് തുടങ്ങി. അപ്പോൾ വീണ്ടും എനിക്കൊരു ചമ്മൽ, പൈസ വെച്ചിട്ട് എവിടെ എത്താൻ? 1.5 ലക്ഷം രൂപ ഇവിടെ എത്താൻ, ഓരോരുത്തർ 500-1000 രൂപ കൊടുത്ത് എന്നാലും ഇവിടുത്തെ എത്താൻ കഴിയില്ല. അങ്ങനെ ഇരിക്കും ഞാൻ വീണ്ടും ഈ ചിറ്റാറ്റിക്കരമായിരുന്നു. ഇതിനെ ഒരു രക്ഷയുമില്ല, എന്നൊന്ന് സഹായിക്കണം. കുട്ടി ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ 10 ദിവസം കിടക്കുക, ഇവിടെ കഞ്ഞിയും കറിയും കുടിക്കുക, നിങ്ങൾക്ക് 10 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മാറ്റം വരികയാണെങ്കിൽ നോക്കാം. പക്ഷേ എനിക്കിതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമല്ല. നിങ്ങൾ അലോപ്പതി ചികിത്സ, സർജറി തന്നെ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ വീണ്ടും നിരാശയോടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത ദിവസം അവസാനം വീണ്ടും വൈദ്യരെ വിളിച്ചു. വൈദ്യർ ഉറക്കം കിടന്നിട്ട് വൈദ്യരെ അവസാനം സഹിയിട്ട് അയാൾ പറഞ്ഞു എനിക്കിതൊന്നും നിയമല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുരിങ്ങയില എടുത്ത് പച്ചയ്ക്ക് അതിനെ ചതച്ച് കിഴി പോലെ ചതച്ചിട്ട് അത് 3 ദിവസം ആഹാരം കഞ്ഞി മാത്രം കുടിക്കാവൂ, അങ്ങനെ കഴിക്കുക, വ്രതം പോലെ കഴിക്കുക. ഒരു പക്ഷേ പറയുന്നില്ല, എന്നാൽ പുരാണങ്ങളിലൂടെയോ ഒരാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ പറയുന്നതായിട്ടുണ്ട്. ഞാനത് ചികിത്സിച്ചിട്ടൊന്നുമില്ല, പിന്നെ നിങ്ങളിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് കുടിക്കുമ്പോൾ നിങ്ങൾ മരിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഞാൻ പറയാറുണ്ട്, കാഴ്ച കൊണ്ടൊക്കെ ഇത് കുടിച്ചാൽ നിങ്ങൾ മരിക്കാതിരിക്കുക. അതായത് നിങ്ങൾ ഛർദ്ദിച്ച് നിങ്ങളുടെ കുടൽ പുറത്ത് വരും, അങ്ങനെ മരണം സുനിശ്ചിതമാണ്. അതുകൊണ്ട് നിങ്ങൾ മരിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ഇത് എൻ്റെ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞ കൊല്ലായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരുപാട് മുരിങ്ങയില വയ്ക്കുന്നു. ഒരു മിക്സി ഞാൻ 1000 രൂപ മേടിച്ചു, ഒരു തോർത്തും മേടിച്ചിട്ട് അല്പം വെള്ളം ചേർത്ത് അത് പിഴിഞ്ഞ് കുടിക്കുവാൻ തുടങ്ങി.
അപ്പോൾ അയാൾ പറഞ്ഞത് വാസ്തവമാണ്. ഈ മുരിങ്ങയില എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ്സിൽ ഞാനിങ്ങനെ എടുത്തപ്പോൾ പതിരിക്കുന്ന മുരിങ്ങയില ഞാനിങ്ങനെ കുടിച്ചു. പ്രാവശ്യം കുടിച്ചപ്പോഴേക്കും ഓക്കാനെന്ന് തുടങ്ങി. ഓക്കാനെന്ന് തുടങ്ങിയാൽ വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഛർദ്ദിച്ചാൽ നിങ്ങളുടെ കൂടെ പുറത്ത് വരും. ഇത് പ്രശ്നമായിരുന്നു. ഇത് ഛർദ്ദിച്ചാൽ നിയന്ത്രിക്കാനാവാത്ത ഒരു ഛർദ്ദി വരും, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഛർദ്ദിച്ച് നമ്മുടെ ഇവിടെ ഒരു മാസ്റ്റർ ഉണ്ടല്ലോ, ഞാൻ പേര് പറഞ്ഞു, ആ പുള്ളി ഇങ്ങനെ ഛർദ്ദിച്ച് ഭൂതം ഇല്ലാത്തവർക്ക് പോലും അവസാനം ഭൂതം വരത്തില്ല. പറയുന്നതല്ല, ശരിക്കും അങ്ങനെ ദേവാസനം അങ്ങനെ ഛർദ്ദിച്ച് കാണിക്കാൻ പാടില്ല. എന്തായാലും ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരിക്കലും ഛർദ്ദിൽ അങ്ങനെ വൃത്തിയല്ല. ആരെങ്കിലും ഛർദ്ദിച്ചാൽ നമുക്കും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി തോന്നും. അതാണ് ഛർദ്ദിൽ എന്ന ലോകത്തിൽ മാത്രമാണ് അങ്ങനെ അത് ഉള്ളത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഞാൻ മുട്ടുകുത്തി നിൽക്കുകയാണ്. കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ ഇനിയും ജീവിക്കേണ്ടതാണ്, അതുകൊണ്ട് ഛർദ്ദിച്ച് എൻ്റെ കുടൽ പുറത്ത് വരരുതേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തടവാൻ തുടങ്ങി, താഴോട്ട് തടവാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ അത്ഭുതം സംഭവിച്ചു. ഛർദ്ദിലൊന്ന് മാറിക്കെട്ടി 1ാമത്തെ ഗ്ലാസ് കുടിച്ചു. അവിടെ നിന്ന് തന്നെ 12 മണിക്ക് അവിടുത്തെ കഞ്ഞിയും കുടിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് വീണ്ടും ഒരു ഗ്ലാസ് കുടിച്ചു. അപ്പോൾ ഛർദ്ദിലിനൊരു ടെൻഡൻസി വന്നു. വീണ്ടും കഞ്ഞി കുടിച്ചു. അങ്ങനെയൊക്കെ ചെറിയൊരു വയറ് ഇളക്കം പോലത്തെ ഓക്കെ, അത് ക്ലിയറായി. അങ്ങനെ 1ാം ദിവസം കിടന്നു. 2ാം ദിവസം വീണ്ടും എത്തി. അവൻ രാവിലെ മരത്തിൽ കയറി പുറകനെ പോലെ കയറുന്നു, ഇലകൾ പറിച്ചിടുന്നു. അത് അവൻ്റെ അമ്മ ജ്യൂസറിൽ മിക്സിയിലിട്ട് അടിക്കുന്നു, ഞാനത് കുടിക്കുന്നു. 2ാം ദിവസം. 3ാമത്തെ ഗ്ലാസ് ഉച്ചയ്ക്ക് കുടിച്ചതും എൻ്റെ കണ്ണ് വെട്ടിക്കളഞ്ഞ് ദൂരക്കാഴ്ച മൊത്തം കിട്ടി. 3 ദിവസം കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം അത്ഭുതം ചെയ്യുന്നു. ദൈവമക്കൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു. 1.5 ലക്ഷം രൂപ ചെലവാക്കേണ്ടിരുന്ന സ്ഥാനത്ത് 10 ദിവസം സർജറി ചെയ്ത് കിടക്കേണ്ട സ്ഥാനത്ത് വെറും ഹല്ലേലൂയ 1000 രൂപ മുടക്കിയ ഒരു മിക്സി മാത്രമായി. ആ മിക്സി ഇന്നും ഭാര്യ ഉപയോഗിക്കുന്നു. ഇന്നും എൻ്റെ കണ്ണിൻ്റെ സ്മരണാർത്ഥം ആ മിക്സി വീട്ടിൽ ഇരുന്ന് ഓർഡറോ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം വൻകാര്യം. ഇതുപോലെ എത്ര വൻ കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. ഛർദ്ദിച്ചാൽ മരണം വരുമെന്ന് പറഞ്ഞു സത്യമാണ്. എന്നാൽ ഛർദ്ദിനെ മാറ്റാൻ കഴിവുള്ള ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നാമത്തെ പിടിക്കണം. അങ്ങനെ ഒരു പിടിക്ക് 2 പക്ഷി. ഹല്ലേലൂയ. ദൈവം വളരെ മനോഹരമായ രീതിയിൽ കാഴ്ച തിരിച്ചു നൽകി. മാത്രമല്ല അത്യത്ഭുതമായ ഒരു ടെക്നിക്ക് അനേകർക്ക് പറഞ്ഞു കൊടുക്കാനും ദൈവം ഉണ്ടാക്കി. അതിലൂടെ പലർക്കും കാഴ്ചയുടെ അളവ് കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചു. ഇന്നലെ കഴിഞ്ഞ ദിവസം MAB സാറ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം CPM-ലെ ഇന്ത്യയിലെ CPM പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് വിചാരിച്ചു. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം എന്നോട് സംസാരിച്ചു. ഏറെക്കുറെ 1 മിനിറ്റ് ചേർന്ന്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം അസംഖ്യം അത്ഭുതങ്ങൾ ചെയ്യുന്നു. അസംഖ്യം എന്ന് പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടാൻ പറ്റാത്ത അത്ഭുതങ്ങളാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും എത്ര വാഴ്ത്തിയാലും മതി വരില്ല. ദൈവം മഹാദൈവം തന്നെ. അവൻ അസംഖ്യം അത്ഭുതങ്ങൾ ചെയ്യുന്നു. അവൻ വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മുടെ ജനനം മുതൽ നമ്മുടെ ജീവിതം തുടങ്ങി നമ്മുടെ മരണം കഴിഞ്ഞുള്ള നിത്യതയും അവൻ്റെ മേലിരിക്കുന്നു. അവൻ കടാക്ഷിച്ചാൽ മതി, അവൻ എന്ന് നോക്കിയാൽ മതി, നാം വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. രക്തസ്രാവക്കാരി ഹല്ലേലൂയ കർത്താവിന്റെ ശീലയൊന്ന് തൊട്ടപ്പോൾ അവൾ വിടുതൽ പ്രാപിച്ചു. യേശു നോക്കിയപ്പോൾ ആ വ്യക്തിയുടെ ഭൂതം പോയി. യേശു പറഞ്ഞപ്പോൾ ആ വ്യക്തി വിടുതൽ പ്രാപിച്ചു. യേശു ഹല്ലേലൂയ സ്പർശിച്ചപ്പോൾ ആ വ്യക്തി വിടുതൽ പ്രാപിച്ചു. ഇങ്ങനെ എത്ര ബൈബിൾ പറയുന്നു. വിശുദ്ധ വേദപുസ്തകം തന്നെ പറയുന്നു, യേശു ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല. അങ്ങനെ എത്ര മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരു നമ്മെ മാനസാന്തരപ്പെട്ട് നമ്മെ നിത്യത്തിൽ അവകാശമാക്കി നിൽക്കുന്ന മഹാദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്, അനുസരിക്കുന്നത്, അനുഗമിക്കുന്നത്. ആ ദൈവം വിശുദ്ധനാണ്. അവന് കഴിയാത്ത ഒരു കാര്യമില്ല. അവന്റെ മക്കളായി അംഗീകരിക്കപ്പെട്ട നാം ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ സങ്കീർത്തനത്തിലെ ആ ഒരു വാക്യം കൂടെ സ്പർശിച്ച ആ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ ഓർത്താൽ മതി, നമ്മുടെ സന്തോഷത്തിന് അളവില്ല. അല്ലെങ്കിൽ നമുക്ക് ചെയ്ത അത്ഭുതങ്ങൾ, നമുക്ക് ചെയ്ത വിടുതലുകൾ, നമ്മുടെ കുടുംബത്തിൽ ചെയ്ത ഹല്ലേലൂയ അനേകം കാര്യങ്ങൾ, അനേക ഹല്ലേലൂയ ആസൂത്രം വിടുതൽ നൽകുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ സന്തോഷം ഇരട്ടിയാകുന്നു. ആ സന്തോഷത്തിൽ, ആ കൃപയിൽ ഹല്ലേലൂയ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ.